ബിജു, ബിജു റൂമിലേക്ക് പോയിക്കോളൂ. വെറുതെ കിടന്ന് ബോറടിച്ചപ്പോ വരൂ. മോളെ, അമ്മ അങ്ങോട്ട് ചെല്ലു. ട്രീസേ വാ. മോനെ, ചിരിച്ചോ? എന്താ അച്ഛനും മോളും കൂടെ ചിരി? മോൾക്ക് വിശക്കുന്നുണ്ടോ? വാ മോളെ, കൈ മുഖം കഴുകിച്ചു മതി. കൈ രൂപ വല്ല ഇരിപ്പുണ്ടോ? എന്തിനാ? എത്ര വേണം? അമ്മയ്ക്കും മോക്ക് ഊണ് വാങ്ങിക്കൊടുക്കണം. എൻ്റെ കയ്യിലൊന്നുമില്ല. പോലീസുകാരോട് ഇതിനൊക്കെ എങ്ങനെയാ ചോദിക്കുന്നത്? നാണിയമ്മേ, ഡോക്ടർ റൂമിലുണ്ട്. ഇത് അരവിന്ദനാ. സാവിത്രി കുഞ്ഞ് പറഞ്ഞിട്ടാ. എല്ലാവർക്കും ഉണ്ട്, ട്രീസയ്ക്കും ഉണ്ട്. ഡോക്ടർ ഊണ് കഴിച്ചോ? ഇല്ല, വീട്ടിൽ വന്ന് കഴിച്ചോളാന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കുഞ്ഞ് ഊണ് കഴിക്കാൻ വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ പൊയ്ക്കോളൂ. വിശപ്പില്ലേ? ഇല്ല, നാണിയമ്മ പൊയ്ക്കോളൂ. ഊണ് നന്നായിരുന്നോ? സാവിത്രി എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നു. ഇപ്പൊ ഇവർക്ക് വേണ്ടി ഞാനിതിനൊക്കെ എന്താ ഒരു പ്രത്യുപകാരം ചെയ്യാ? ഞാനല്പം പാർട്ടി വിരുദ്ധം പറയട്ടെ, ഒരു മൂരാച്ചി ചിന്ത. മരിച്ചു പുനർജന്മം കിട്ടുന്നതുവരെ ആത്മാവ് ഇവിടേക്ക് എങ്ങനെ അലയും? ഒരുപാട് ശക്തികളും കാണും. പിന്നെ എൻ്റെ ആത്മാവിന് ആർക്കെന്ത് സൗഭാഗ്യങ്ങളും നൽകാം. സാവിത്രിക്ക് എന്താ വേണ്ടത്? പ്രമോഷൻ, ഒരുപാട് കൈപുണ്യം. ഉണ്ണി വന്നല്ലോ. അപ്പോ ഒരുപാട് കുട്ടികൾ, ദീർഘസുമംഗലി യോഗം. ട്രീസയ്ക്ക് എന്താ വേണ്ടത്? നിനക്ക് നല്ലൊരു പയ്യൻ, അത് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അരവിന്ദേട്ടാ, അമ്മയ്ക്കൊരു കൊച്ചു വീട്, ഓടിട്ടത്, പട്ടിണിയില്ലാതെ കഴിയാനുള്ള സൗകര്യങ്ങൾ. കുഞ്ഞലക്ഷ്മിക്ക് എന്താണ് ഈ വേണ്ടത്?
എന്റെ മോക്ക് എന്താ വേണ്ടത്? അങ്ങ് ചെല്ലുമ്പോ അച്ഛന്റെ മോക്ക്, അച്ഛന്റെ പൊന്നുമോക്ക് എന്ത് കൊണ്ടുവരണം? മോനെ മോനെ എന്റെ പൊന്നു മോനെ അമ്മേ, എനിക്ക് തൃപ്തിയായി കുഞ്ഞെ, സന്തോഷായി. നല്ല ജീവനോടെ ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. ചെയ്ത തെറ്റിനൊക്കെ അവൻ ശിക്ഷ അനുഭവിച്ചു. ഒരുപാട് വേദന തിന്നത് എന്റെ മോൻ. ഇനി അവര് കൊല്ലാൻ കൊണ്ടുപോകുമ്പോ എന്റെ മോള് എന്തെങ്കിലും മരുന്ന് കൊടുത്ത് വേദനയില്ലാതെ അവനെ കൊല്ലണം. കൊല്ലാൻ വേണ്ടി മോൾ അവനെ വിട്ടുകൊടുക്കരുത്. നിന്റെ കൈകൊണ്ട് അവൻ മരിച്ച അവന് വേദനിക്കില്ല. അമ്മ എന്താണ് ഈ പറയുന്നത്? അവനെ കൊന്നു കളഞ്ഞേക്ക്. എനിക്കിനി അവനെ കാണണ്ട. എനിക്ക് തൃപ്തിയായി. എന്താ അമ്മ ഇത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ അരവിന്ദന് വിഷമമാകും. അമ്മേ, ഇനി അരവിന്ദനെ വിഷമിപ്പിക്കരുത്. സന്തോഷത്തോടെ യാത്ര പറഞ്ഞിട്ട് വരൂ. എന്റെ വണ്ടിയിൽ തന്നെ അയക്കാം. മുഖം തുടച്ചിട്ട് പോകൂ. പോട്ടെ മോനെ. കൈക്കൂലിക്കും അഴിമതിക്കും എതിരെ പോരാടുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ അമ്മ ചെയ്ത പണി കണ്ടോ? ഇതിനു മുൻപൂടെ വന്നപ്പോൾ എനിക്ക് തന്ന കൈക്കൂലി. നേരാണോ അമ്മേ? അങ്ങനെ നല്ല പിള്ള ചമയൊന്നും വേണ്ട. അന്ന് കൊണ്ടുവന്ന ഏത്തപ്പഴവും മാമ്പഴവും ഒരെണ്ണം പോലെ എനിക്ക് തരാതെ എല്ലാം തിന്നു തീർത്തില്ലേ? പോട്ടെ മോനെ.